സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇല്ലാതെയാണ് സ്റ്റാർലൈനർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. എന്താണ് ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ? നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിങ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ. ഔദ്യോഗികമായി CST-100 അഥവാ ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്നറിയപ്പെടുന്നു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥ ലക്ഷ്യങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനാണ് സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിനെ പോലെ ബഹിരാകാശ യാത്രികരെ ISSലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ US ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനർ മാറാനായിരുന്നു നാസ ലക്ഷ്യമിട്ടത്. 2024 ജൂൺ 5-ന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് V റോക്കറ്റിലേറി സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് കുതിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ക്രൂവില്ലാത്ത യാത്ര പൂർത്തിയാക്കി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങുകയായിരുന്നു. നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും കൂടാതെ ബഹിരാകാശ പേടകം മടങ്ങുകയായിരുന്നു. ഹീലിയം ചോർച്ചയും അതിന്റെ ഫലമായി പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 ഉപയോഗശൂന്യമായതുമാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നാണ് സൂചന. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് വേഗത കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ത്രസ്റ്റർ സിസ്റ്റങ്ങളിലേക്ക് പ്രൊപ്പലന്റുകൾ എത്തിക്കാൻ ഹീലിയം ഉപയോഗിക്കുന്നു. ഹീലിയം നഷ്ടപ്പെടുന്നത് ത്രസ്റ്ററുകളെ ഉപയോഗശൂന്യമാക്കും. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൃത്രിമ വസ്തുവാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998 മുതൽ 2011 വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അമേരിക്ക, ജപ്പാൻ, റഷ്യ, കാനഡ, മറ്റ് 11 യൂറോപ്യൻ രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. നാസയ്ക്ക് ആസ്ട്രോണറ്റ്സിനെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുക എന്നത് തുടക്കത്തിൽ വലിയ ചിലവേറിയതും അതോടൊപ്പം മറ്റു സാങ്കേതിക തടസ്സങ്ങളുമുള്ള ഒരു പ്രശ്നമായിരുന്നു. 2003 നാസയുടെ കൊളംബിയൻ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും ആസ്ട്രോണറ്റ്സിനെയും കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നതിന് 16 മിനിറ്റുകൾക്ക് മുമ്പ് കൊളംബിയയുടെ ഇടതു ചിറകിന് സംഭവിച്ച തകരാറ് മൂലം അന്തരീക്ഷത്തിൽ വെച്ചത് കത്തിയമർന്നു. ഈ ദുരന്തത്തിലാണ് ഇന്ത്യൻ വംശജ കൽപ്പന ചൗള കൊല്ലപ്പെടുന്നത്. ഇത് നാസയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ തിരിച്ചടിയായിരുന്നു. 2011 റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റ് വഴി നാസ ആസ്ട്രോണറ്റ്സിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ തുടങ്ങി. 2014 അമേരിക്ക റഷ്യയുടെ സഹായമില്ലാതെ ആസ്ട്രോണറ്റ്സിനെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന പദ്ധതി ആരംഭിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ അമേരിക്കൻ ആസ്ട്രോണറ്റ്സിനെ നിലയത്തിൽ സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 2014 നാസ, ബോയിങ്, സ്പേസ് എക്സ് എന്നീ സ്വകാര്യ കമ്പനികൾക്ക് അവയുടെ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ബഹിരാകാശ യാത്രികരെ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമായ നിശ്ചിത കരാറുകൾ നൽകി. തുടർന്ന് എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി നാസ കരാർ ഒപ്പിടുകയും ചെയ്യുന്നു. 2019 സ്പേസ് എക്സ് കമ്പനിയുടെ ബഹിരാകാശ പേടകമായ ക്രൂ ഡ്രാഗൺ നിലയത്തിലേക്കുള്ള ആദ്യ പരീക്ഷണ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 2020 മനുഷ്യനെ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് മാറി. അങ്ങനെയിരിക്കെയാണ് ബോയിങ് എന്ന മറ്റൊരു സ്വകാര്യ കമ്പനിയുടെ കടന്നുവരവ്. സ്പേസ് എക്സിനോടൊപ്പം ബഹിരാകാശ യാത്രികരെ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നാസയുടെ മറ്റൊരു ദൗത്യമായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ മാറി. സ്റ്റാർലൈനറിന്റെ ആദ്യ ക്രൂഡ് പരീക്ഷണ ദൗത്യമായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ 5-ലേത്. സുനിത വില്യംസ്, ബച്ച് വിൽമോർ എന്നിവരടങ്ങുന്ന പേടകം സാങ്കേതിക തകരാറുകൾ മൂലം ആസ്ട്രോണറ്റ്സുകളില്ലാതെ തിരികെ എത്തുകയായിരുന്നു. ISSൽ സുനിത വില്യംസ് ഫിറ്റ്നസ് നിലനിർത്താനും ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനും ദീർഘകാലം ബഹിരാകാശ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുമായി പ്രവർത്തിക്കുന്നു. സുനിത വില്യംസും ബച്ച് വിൽമോറും 2025 സുരക്ഷിതമായി മടങ്ങിയെത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്നുമുള്ള പാഠങ്ങൾ ഭാവിയിലെ ദൗത്യങ്ങൾക്ക് വലിയ സഹായകമായിരിക്കും.